ഒന്നും നടക്കാനിറങ്ങിയതാണ്. ആപ്പിൾ മരം കണ്ടപ്പോഴേ സ്റ്റക്കായി പോയിട്ട് അവിടെ കൊലയായിട്ട് ആപ്പിൾ നിൽക്കുമ്പോൾ എങ്ങനെ ഇവിടുന്ന് മൂവ് ചെയ്യാല്ലേ? ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ഈവനിങ് വാക്ക് പതിവാണ് കേട്ടോ. പൂക്കളും കായ്കളും ഒക്കെ കണ്ടു നടക്കാന്ന് പറയല്ല, പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ പറിച്ചുകൊണ്ടിരിക്കുന്നത് മൾബറിയാണ്. ഭ്രാന്ത് പിടിച്ച പോലെ പൂത്ത് നിൽക്കുകയാണ് മൾബറി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ റെഡ് മൾബറി ഉണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കയ്യിലൊക്കെ അത്യാവശ്യം കറിയായി. ഇതും മൾബറി തന്നെയാണ്, പക്ഷെ വേറെ വെറൈറ്റി. ഈ വെറൈറ്റി ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല. റോസ് കളറിലാണ് ഇരിക്കണേ. ഇലയിൽ നിന്നും ഇലയിൽ നിന്നും പൂവ്. അടുത്തൊരു സംഭവ വികാസം എന്ന് പറയുന്നത് ഈ ചെറിയാണ് കേട്ടോ. ഇതൊരു ടൈപ്പ് കാട്ടു ചെറിയാണ്. കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും, അത്ര ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തക്കാളി പോലെയാണ് ഇരിക്കണേ. കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ, കഴിക്കാൻ പറ്റില്ല. ഈ സീസണിൽ റോഡ് സൈഡിലൊക്കെ പൂത്ത് വെക്കുന്ന ഒരു മരമാണിത്. ഇതിൽ പൂക്കളോ ഇലകളാണോ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ അറിയില്ല. നല്ലൊരു സ്മെല്ലാണ് ഇതിനടുത്തൂടെ പോകുമ്പോൾ. പ്രകൃതി ഒരുക്കിയ സർപ്രൈസുകളൊക്കെ കണ്ടു നടക്കുന്ന വഴിയിൽ ആപ്പിൾ കിട്ടിയപ്പോൾ അത് വെച്ചടിക്കുകയാണ് എല്ലാവരും. നമ്മൾ എത്ര ദൂരം നടക്കാൻ തയ്യാറാണോ അത്ര തന്നെ പ്രകൃതി നമുക്ക് കാഴ്ചകളും ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഈ ഒരു ഈവനിങ് വാക്കിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള സംഭവം. ദേ ഇവിടെ മുന്തിരി കാഴ്ച നിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ റൈപ്പനാവട്ടോ. പലരും ഇവിടെ എക്സസൈസിന് വേണ്ടിയിട്ടും ഡോഗ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇറങ്ങി നടക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഫ്രീ ആയിട്ട് നടക്കുന്നവർ വളരെ ചുരുക്കം. അങ്ങനെയുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റുള്ളൂ. ഇടയ്ക്കൊന്ന് മുകളിലേക്കൊക്കെ നോക്കി നടക്ക്. മൾബറി ഉണ്ടോ, പേരയ്ക്ക ഉണ്ടോ, ആപ്പിൾ ഉണ്ടോ എന്നൊക്കെ നോക്ക്.